വിഭാഗീയതയും അഴിമതിയും നിറഞ്ഞു നിന്ന CPM കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും തീരുമാനമാക്കാതെ പിരിഞ്ഞു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി അരുൺ രാജ് കൊല്ലത്തുനിന്ന് ചേരുന്നു. അരുൺ, ശരിക്കും ഗോവിന്ദ മാസ്റ്റർ നേരിട്ട് ഇടപെടുന്നു, മറ്റൊരു ഏരിയ സെക്രട്ടറിയെ ചാർജ് ഏൽപ്പിക്കാൻ പോകുന്നു, ഈ രീതിയിലുള്ള വാർത്തകളൊക്കെ പ്രചരിച്ച ശേഷം ഒന്നും സംഭവിച്ചില്ല എന്ന വാർത്തയാണോ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നത്? SKN ഒരു കീറാമുട്ടിയായ പ്രശ്നമായി കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ പുനഃസംഘടന മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പുനഃസ്ഥാപിക്കേണ്ടത് CPM-നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് പുനഃസംഘടിപ്പിക്കണം എന്നുള്ളതാണ് CPM-ന് മുമ്പുള്ള ലക്ഷ്യം. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷ് പങ്കെടുത്തുകൊണ്ട് നേരിട്ട് നടത്തിയ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഒരു തീരുമാനവുമാകാതെ പിരിയുകയായിരുന്നു. കാരണം ഈ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി രണ്ടായി വിഭജിച്ച് ഓച്ചിറ, കരുനാഗപ്പള്ളി എന്നീ ഏരിയ കമ്മിറ്റികളാക്കാം എന്നതായിരുന്നു ജില്ലാ സെക്രട്ടറി മുന്നോട്ട് വെച്ച നിർദ്ദേശം. പക്ഷേ അതിനെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ഒരു അംഗം അത് ജില്ലാ സെക്രട്ടറി ഇത് എതിർത്തു. ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നതായിരുന്നു നിലപാട്. ഇതേ തുടർന്ന് പിന്നീട് നടന്ന ചർച്ചയിൽ ഈ പകരം നിയോഗിച്ച അഡ്ഹോക് കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് അത് MV ഗോവിന്ദൻ പൂർണ്ണമായും തള്ളുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം വിഭാഗീയത പാർട്ടിക്കുള്ളിൽ ഇല്ല, വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല, നേതാക്കൾക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നതായിരുന്നു അഡ്ഹോക് കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ഇത് പൂർണ്ണമായും തള്ളി. പിന്നെ എന്തുകൊണ്ടാണ് പരസ്യ പ്രതികരണവും പരസ്യ പ്രതിഷേധത്തിലേക്കും അടക്കം കാര്യങ്ങൾ പോയത്? ഇക്കാര്യങ്ങളിൽ ഒരു സമഗ്രമായ റിപ്പോർട്ട് 2 ആഴ്ചക്കകം സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറണമെന്ന കർശനമായ നിർദ്ദേശം കൂടി MV ഗോവിന്ദൻ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അഡ്ഹോക് കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും അടുത്ത തവണ വീണ്ടും ചർച്ച വിളിച്ചുകൊണ്ട് ഇക്കാര്യത്തിലൊരു സമവായത്തിലെത്തി പുതിയ ഏരിയ കമ്മിറ്റിക്ക് രൂപം നൽകാൻ കഴിയുമോ എന്ന സാധ്യതയാണ് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത്.